മാർക്കറ്റ് നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നല്ലൊരു ഫോൾ വന്നു. നമ്മൾ ഡെയിലോ ബ്രേക്ക് ചെയ്തപ്പോൾ ബുക്ക് ചെയ്തു. പിന്നെ സൈഡ് വേസിലേക്ക് പോകുന്നത് കാണാൻ പറ്റി. ഓപ്ഷൻ ചാർട്ട് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഒരു ലോവർ ലോ വന്നിട്ടുണ്ട്. ഒരു എൻട്രി നമുക്ക് എടുക്കാം. 26,000 ട്രൈ ചെയ്യാം. 26,100 നോക്കാം. ഒരു 50% ആഡ് ചെയ്യാം. ഇതിങ്ങനെ പാർട്ടായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആവറേജ് പ്രൈസ് കുറയ്ക്കാൻ പറ്റും മോസ്റ്റ്ലി. പിന്നെ ചിലപ്പോൾ ഒരു മൊമെൻ്റം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 50% വരെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ കൂടുതലാവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു റിസ്ക് കൂടുതൽ വരാം, അല്ലെങ്കിൽ ആവറേജ് പ്രൈസ് ഹയറിലേക്ക് പോകും. ഇതിലും ഹയറിലേക്ക് പോവും നമ്മുടെ ഡയറക്ഷനിലാണ് മൊമെൻ്റം എങ്കിൽ. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യണം. $26,100 ഓപ്ഷൻ. ജസ്റ്റ് 1 lakh പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ലോവർ ലോ യെസ് മൊമെൻ്റം ഉണ്ട്. 5 വരെ നമുക്ക് പോവാം. ഓൾമോസ്റ്റ് 50% ആയിട്ടില്ല. ഇനി അറൗണ്ട് 1.9 crore ക്യാപിറ്റൽ ഉണ്ട് നമ്മുടെ കയ്യിൽ. കുറച്ചുകൂടി ആഡ് ചെയ്യാം. 26,100 ഓപ്ഷൻ തന്നെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അറൗണ്ട് 50% വരുന്നവരെ നമുക്ക് ആഡ് ചെയ്യാം. ആക്ച്വലി കൃത്യമായിട്ട് ആ ഒരു ട്രേഡ് ഡയറക്ഷനിൽ തന്നെ വരുന്നുണ്ട്. ഒരു 3 to 5 lakhs, 5.7 lakhs പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. 125 ലെവൽ ബ്രേക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 123 വന്നിട്ടുണ്ട് പ്രൈസ്. 24 25 6 lakhs വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 125 വന്നിട്ട് ക്ലോസ് ചെയ്യാം. 23 ക്ലോസ് ആയെന്ന് തോന്നുന്നു. എനിവേ നമ്മൾ 78, 58, 68, 78 20 lakhs പിന്നെ ഒരു 5 lakhs ബുക്ക് ചെയ്തു. ഡൺ ഫോർ ദ ഡേ. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാം. ഓക്കെ. മാർക്കറ്റ് നമുക്കൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഡൗൺ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ് ഓൾമോസ്റ്റ് 10% ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 2.5 crore ഉണ്ടായിരുന്നു. ഒരു 25 lakhs ബുക്ക് ചെയ്തു. ഐ തിങ്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി മൊമെൻ്റം ഒരുപാട് ഉണ്ടാവും. ഒരുപക്ഷെ ഈവനിങ് ആകുമ്പോഴേക്കും ചെറിയൊരു പുൾ ബാക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ. അതിനുശേഷം വീണ്ടും ഫോൾ ആവാം. പക്ഷെ എന്തായാലും നമ്മുടെ ഡേ വളരെ നന്നായിട്ട് പോയി. ആദ്യം നമുക്കൊരു ചെറിയൊരു അപ്പ് മൂവ് വന്നെങ്കിൽ അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഫോൾ വന്നു. അപ്പം നല്ല റിസ്ക് എടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസ് ചെയ്യേണ്ടി വന്നെങ്കിലും നല്ല പ്രോഫിറ്റ്സ് തന്നെ ഫസ്റ്റ് ട്രേഡിലും. അതിനുശേഷം വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഈ ട്രേഡ് തന്നെ വളരെ കുറച്ച് സമയം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട ഒരു പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. എനിവേ നമുക്ക് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു.